ഹായ്, എല്ലാവർക്കും ക്യാറ്റ്സ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ചുട്ടുപൊള്ളണ ചൂടുള്ള സമയത്ത് നല്ല വെയിലും നല്ല ചൂടുമുള്ള എല്ലായിടത്തും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പൂച്ചകൾക്ക് എന്തൊക്കെ സംരക്ഷണം നൽകണം, അവർക്ക് നമ്മളെപ്പോലെ തന്നെ അവർക്കും ആ ചൂടിൻ്റെ എഫക്റ്റ് അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂട് ശരിക്കും നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന ടൈമിൽ തന്നെ നന്നായിട്ട് വേർക്കാണ്, കാരണം അത്രക്കും ചൂടാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇവർ പ്രത്യേകിച്ച് പേർഷ്യൻ ക്യാറ്റ്, നാടൻ പൂച്ചയായാലും പേർഷ്യൻ ക്യാറ്റ് പ്രത്യേകിച്ച്, കാരണം അവരെ ശരിക്കും നമ്മൾ AC യിലേക്ക് ഇട്ട് വളർത്തേണ്ട ഒരു ആൾക്കാരാണ്. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വരെ വളർത്തുന്നു, ഞാനടക്കം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ കോഴീനെ വളർത്തുന്ന ലാഘവത്തോടെയാണ് ഇപ്പോൾ എല്ലാവരും വളർത്തുന്നത്. എന്ന് വെച്ചാൽ അതേപോലെ കൂട്ടിലേക്ക് ഇട്ട് ഞാനടക്കം കൊണ്ടാ പറയണത്. ആരെയും നമ്മൾ ആക്ഷേപിക്കുന്നതല്ല, കാരണം ഞാനടക്കം ചെയ്യണത്. കാരണം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സാഹചര്യമൊക്കെ അതേപോലെ ആയതുകൊണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് പണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. എന്നാലും ഇപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യണത് കുറേ പേര് അറിയാൻ പാടാത്തൊരു ഒരുപാട് പേര് തന്നെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. പൂച്ചകൾക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അസുഖങ്ങളൊക്കെ. ഈ സമയത്ത് അസുഖങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളൊക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈമും അവർക്ക് നല്ല തണുത്ത വെള്ളം കിട്ടുന്ന രീതിയിലാക്കി വെക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെള്ളം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പിന്നെയും മാറ്റി, ആ ഒരു രീതിയിലല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റി കൊടുക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം ആ വെള്ളത്തിൽ കുറച്ച് ഐസ് വാട്ടർ പോലത്തെ, കാരണം അവർക്ക് തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമല്ല, ആ വെള്ളത്തിൻ്റെ തണുപ്പ് ചെറുതായിട്ട് അവർക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ബൗൾ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വലുത് വെച്ച് കൊടുക്കാം, അതിൽ ഐസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഐസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, കുറച്ച് നേരം ആ തണുപ്പ് അങ്ങനെ നിന്നോളൂല. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഫാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണവർക്ക്, പിന്നെ AC ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഫാനൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ സീലിംഗ് ഫാൻ ഇട്ട് കൊടുത്തത് കൊണ്ട് വേറെ ഗുണമൊന്നും തോന്നുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. കാരണം ചൂട് കാറ്റാണ് അതിന്മേന്ന് വരുള്ളൂ. മറ്റേ വോൾ ഫാനോ അല്ലെങ്കിൽ പെഡസ്റ്റൽ അങ്ങനത്തെ ഉള്ള സംഭവമൊക്കെ നമ്മൾ ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് അവർക്ക് കിട്ടും. നമ്മൾക്ക് കിട്ടുന്ന പോലെ തന്നെ അവർക്കും കിട്ടും. അതൊക്കെ ഒരു ഇതാണ്, എന്താ പറയുക, അവരുടെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന, ഒരുപാട് കുറഞ്ഞില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും കുറയ്ക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഫുഡിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫുഡിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാനീ പറയുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നവർ നമ്മൾ ചെയ്യുന്നത് വിശ്വാസമുള്ളവർ ചെയ്ത് നോക്കുക. കാരണം അവർക്കൊരു ഗുണം കിട്ടുന്ന കാര്യമാണ്. നമ്മളെ അരുമകളായ മൃഗങ്ങളല്ലേ അവർ. അപ്പോൾ അവർക്കൊരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരമാവധി പാക്കറ്റ് ഫുഡായ ഡ്രൈ ഫുഡ് പരമാവധി ഈ സമയത്ത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രൈ ഫുഡ് അവരുടെ ശരീരത്തിലുള്ള ബാക്കിയുള്ള ജലാംശവും കൂടി വലിച്ചെടുത്തിട്ട് അവർക്ക് വെള്ളത്തിൻ്റെ അംശം അവരുടെ ശരീരത്തിൽ കുറയാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കുറയും അത്. അതിൽ ഡ്രൈ ഫുഡ് മാത്രം കൊടുക്കുന്ന പൂച്ചകൾക്കൊക്കെ പ്രത്യേകിച്ച് മൂത്രത്തിക്കല്ല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലുള്ളതാണ്. കാരണം അവരുടെ ജലാംശം മൊത്തം അങ്ങനെ അതിലേക്കാണ് പോകും. അപ്പോൾ അവരുടെ ശരീരത്തിൽ ജലാംശം കുറയുമ്പോഴാണ് മൂത്രത്തിക്കല്ല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പരമാവധി വെറ്റ് ഫുഡ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂച്ചകൾ മാംസബുക്കുകളാണ്. അപ്പം മാംസബുക്കുകളായ പൂച്ചകൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, മീൻ, ഇറച്ചി ഐറ്റംസ് ഒക്കെ കൊടുക്കുക. മിക്ക ആളുകളും വിചാരിക്കും ഈ ചൂടത്ത് ഇറച്ചിയെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൂടാവൂല എന്നൊക്കെ. അവർ മാംസബുക്കുകളാണ്. അവർക്ക് ചൂട്, ഇന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചൂട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ പരമാവധി വെജിറ്റബിൾ അവർക്ക് കൊടുക്കാതിരിക്കുന്ന അത്രയ്ക്കും നല്ല. കാരണം വെജിറ്റബിൾ ദഹിപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് കുറവാണ്. അത് പൂച്ചകൾക്ക് നല്ല മാംസബുക്കുകളായ എല്ലാ ജീവികൾക്കും ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പം നമ്മൾ അവരെ ഓവറായിട്ട് പണിയെടുപ്പിക്കാതെ നല്ല രീതിയിൽ അവരുടെ ശരീരത്തിന് ഇതായിട്ടുള്ള, എന്താ പറയുക, റെസ്റ്റ് കിട്ടാൻ പാകത്തിനുള്ള ഫുഡുകൾ കൊടുക്കുക. മീനോ ഇറച്ചി ഐറ്റംസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക. എനിക്ക് പ്രത്യേകിച്ച് നല്ല പെട്ടെന്ന് ചൂടാവും. അത് കാരണം നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നപ്പോഴാണ്, നന്നായിട്ട് ഇങ്ങനെ വേർത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളിതുപോലെ
ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ പരമാവധി കൊടുക്കുക. കാരണം ഇന്നലെ കൂടി ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ പൂച്ചക്കിനെ ഫുഡ് കൊടുക്കുന്ന കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 മാസമായ കിട്ടനാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പരമാവധി ഡ്രൈ ഫുഡ് കൊടുക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അയ്യോ മറ്റുള്ള ഇറച്ചി മീനൊന്നും തിന്നാറായിട്ടില്ല പൂച്ച എന്നാണ് പറയണത്. കാരണം എല്ലാവരുടെയും വിചാരം, ഒരു മിക്ക ആളുകളുടെയും വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഫുഡാണ് ഇവർക്ക് വേണ്ടത്, മറ്റുള്ള സാധനങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ ഉള്ളൊരു ഇത് എന്താ എങ്ങനെ കരുതിയേക്കണേന്നൊരു പിടിയും കിട്ടണില്ല. അത് നമ്മൾ നമ്മുടെ സ്വബുദ്ധിയാൽ ചിന്തിച്ച് നോക്കാം എങ്ങനെയാണ്. കാരണം മാംസബുക്കുകളായ അതും പൂച്ചകളാണ്, പേർഷ്യനായിക്കോട്ടെ നാടനായിക്കോട്ടെ, അവരുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പൂച്ചകളാണ്. അപ്പോൾ പൂച്ചകൾക്ക് വേണ്ട സാധനങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് പൈസ മുടക്കിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ട് അവരോടുള്ള സ്നേഹം, ശരിയാണ്, നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അവർക്കത് ദൂഷ്യമായിട്ടാണ് വീഴുള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കണ്ടെന്നല്ല പറയണം, പരമാവധി കുറച്ച് അതിൽ പറഞ്ഞേക്കുന്ന അളവ്, ഓരോ കമ്പനിയും അതിൻ്റെതായ അളവ് പറഞ്ഞിട്ടുണ്ട്, അത്ര അളവിൽ കൊടുക്കുക. അപ്പോൾ ഈ ചൂടുകാലത്ത് പരമാവധി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്രക്കും നല്ലത്. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ അങ്ങനെ ചെയ്യുക. പിന്നെ വെള്ളം കുടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ ചെയ്യുക. പരമാവധി കൂട്ടിലിടാത്ത രീതിയിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് അവരെ വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട തണുപ്പുള്ള പ്രദേശങ്ങളും കാര്യങ്ങളും അവർ തന്നെ കണ്ടുപിടിച്ച് ആ രീതിയിൽ അവർ കിടന്നോളും. നാടൻ പൂച്ചയുടെയൊക്കെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കൂട്ടിലിട്ട് വളർത്തുള്ള എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവരുടേതായ രീതിയിൽ തണുപ്പുള്ള സ്ഥലങ്ങളും തണുപ്പുള്ള രീതിയിലൊക്കെ അവരുടേതായ രീതിയിൽ അവർ നോക്കും. കാരണം അവർക്ക് പ്രകൃതി കൊടുത്തേക്കുന്ന ഒരു കഴിവിട്ടില്ല. പക്ഷേ പേർഷ്യൻ പൂച്ച എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു അണ്ടറിൽ വളർത്തുന്നതാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും കുളിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അവരുടെ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിപ്പിക്കുന്നത് നല്ലതാണ് ഈ ഒരു ടൈമിൽ, കാരണം ഈ ചൂട് സമയത്ത്. അപ്പോൾ അതൊരു ആശ്വാസമായിരിക്കും. പിന്നെ ചിലർ ഹെയർ ട്രിം ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് ട്രിം ചെയ്യാതിരിക്കുക ചെയ്യുക. ചിലർ ചെയ്യാറുണ്ട്, ചെയ്യുന്നത് നല്ലതായിരിക്കാം, വഴിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഹെയർ ഉള്ളപ്പോൾ ചിലപ്പോൾ അവർക്ക് ചൂട് കൂടുതലായിരിക്കാം അതിനെക്കുറിച്ച് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ്, ട്രിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഒരുപാട് ഹെയർ ഉള്ളപ്പോൾ ചിലപ്പോൾ ചൂട് അവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. ട്രിം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസവും നമുക്കും ഈ പറഞ്ഞ 3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തോർത്തി ഉണക്കിയെടുക്കാനൊക്കെ ഉപകാരപ്പെടും. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാടൻ പൂച്ച വരെയും നാവ് പുറത്തിട്ട് ഭയങ്കരമായിട്ട് പട്ടി കിതയ്ക്കാണ്. ചില ആളുകൾക്ക് അത് കാണുമ്പോൾ പേടി, അയ്യോ എൻ്റെ പൂച്ചക്ക് പേവിഷബാധയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുമ്പോൾ അവർ ചെയ്യണ പരിപാടിയാണത്. അത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, കോഴികളൊക്കെ ആയാലും ഇങ്ങനെ തുറന്നിട്ട് കിതയ്ക്കും. കാരണം ചൂട് കൂടുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ പൂച്ചകൾക്കുണ്ട്. അവർ നാവ് പുറത്തിട്ട് നന്നായിട്ട് കിതയ്ക്കും. പേർഷ്യൻ പൂച്ചയുടെ മിക്കവാറും കണ്ടിട്ടുണ്ടാവും. നാടൻ പൂച്ചയുടെ ആളുകൾ അങ്ങനെ കണ്ട് പരിചയമുണ്ടാവില്ല കിതയ്ക്കുന്നത്. പക്ഷേ ഈ തവണത്തെ ചൂടിന് നാടൻ പൂച്ചകൾ വരെയും കിതയ്ക്കുന്നത് ഞാൻ കണ്ട്. അതാണ് ഇങ്ങനെ പറയാൻ കാരണം കിതയ്ക്കുന്നത് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ അവർക്കപ്പോൾ പരമാവധി തണുപ്പ് കിട്ടാനുള്ള രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒക്കെ ചെയ്തു കൊടുക്കുക. നമുക്ക് എങ്ങനെയൊക്കെ അവർക്കൊരു തണുത്ത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ പരമാവധി ചെയ്തു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിലും ഫംഗസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നത് ആ ഒരു ടൈമിലാണ്. ഏത് സമയം കുടിക്കാനുള്ള വെള്ളം അത് ശുദ്ധമായ വെള്ളം തന്നെ, നല്ല തണുത്ത വെള്ളം എപ്പോഴും അവർക്ക് കിട്ടാൻ പാകത്തിന് വെച്ചു കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കുക. അങ്ങനെ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഓർക്കണില്ല. ഇനിയിപ്പോൾ ഓർമ്മ വരുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ്, ഇതൊക്കെ വീഡിയോ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.